ആൾക്ക് അതിനകത്തേക്ക് എൻട്രി വേണമെങ്കിൽ ഇൻ സെൻസ് എത്രയോ ആൾക്കാർ മറ്റു പലരെയും സജസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് എത്രയോ ലക്ഷം പേരിൽ നിന്ന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരാൾ എത്തിപ്പെടുന്നത്. അവിടെ നിന്ന് നമ്മൾ വളരണം. നമ്മൾ ഈ കുറേ എണ്ണം പറഞ്ഞതിൽ നിന്ന് ഒരാളാകണം. അപ്പോഴാണ് നമ്മളിവിടെ ഉണ്ട് എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഭയങ്കര റിസ്കി പരിപാടിയാണ്. ഇപ്പോഴും ആ ഒരു റിസ്കിനെസ് ഉണ്ടെന്നാണോ സാർ വിശ്വസിക്കുന്നത്? ഇപ്പൊ അതിനെ കുറഞ്ഞ, കാരണം ഇപ്പം നമ്മുടെ കുറച്ചും കൂടെ നമ്മുടെ കാലഘട്ടം മാറിയല്ലോ, ഇപ്പൊ എല്ലാം അപ്രോച്ചബിൾ ആയി എന്ന് തോന്നുന്നുണ്ടോ? സിനിമയിലേക്കുള്ള എൻട്രി കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് ഇപ്പോൾ തോന്നുന്നു. സിനിമയിലേക്കുള്ള എൻട്രി കുറച്ച് ഈസിയാണ് ഇപ്പോൾ, പക്ഷെ നിലനിൽപ്പ് ഒട്ടും ഈസിയല്ല. അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് കഷ്ടപ്പെടുകയും വേണം. കഷ്ടപ്പെട്ടാൽ മാത്രം വെറുതെ കഷ്ടപ്പെട്ടൊരു കാര്യമില്ല, വളരെ ക്രിയേറ്റീവായിട്ട് കഷ്ടപ്പെടണം. അതിൻ്റെ ഡെപ്തിൽ നമ്മളതിനെ പഠിക്കണം, നമ്മളതിനെ അറിയണം, അപ്ഡേറ്റ് ചെയ്യണം. ദെൻ മോറോവർ അതിനൊരു ലക്ക് ഫാക്ടർ ഇസ് ഡെഫിനറ്റ്ലി. അത് എല്ലാ മേഖലയിലും ലക്ക് ഫാക്ടർ ഇസ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര കഴിവുണ്ടായിട്ട് കാര്യമില്ലൊരു കോവിഡ് ഒന്നെല്ലാം പോയി പച്ചപിടിച്ച് വരുന്ന സമയത്ത് അതുപോലൊരു അത്തരം സാഹചര്യങ്ങൾ വീണ്ടും വരാം. ഞാൻ പറഞ്ഞില്ലേ, വേറൊരാളെ സജസ്റ്റ് ചെയ്താൽ പോയി കഴിഞ്ഞു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത്തരം അനിശ്ചിതാവസ്ഥകൾ ഇപ്പോഴും ഉണ്ട്. ബട്ട് ഫൈൻ, എന്നാലും ഇവിടെ നന്നായിട്ട് കഴിവുള്ള ആളുകളൊക്കെ ഇപ്പോഴും വളർന്ന് വരുന്നുണ്ട്, അവർ നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അതിന് ഭയങ്കര ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അത്. അത്ര ഡെഡിക്കേഷനുള്ള ആളുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ തോട്ട് ആ ടൈമിൽ വന്നപ്പോൾ ആരാണ് ഫസ്റ്റ് ഒരു പുഷ് തന്നത്? ഗോ വാട്ട് എവർ യു ലൈക്ക് എന്ന് പറഞ്ഞത് ആരാണ്? ഏതിനാണ്? വിവാഹശേഷം ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്ത് ഇങ്ങനെയൊക്കെ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ സാറിന്റെ തലയിൽ വന്നല്ലോ. ഡെഫിനറ്റ്ലി അന്ന് മഞ്ജു ആണ് അതിനകത്തൊരു കാര്യം. മഞ്ജു എന്ന് അങ്ങനെ പറഞ്ഞില്ലെന്ന് ഞാൻ ഒരിക്കലും പോകില്ല. മഞ്ജു കുഴപ്പമില്ല, ഇവിടെ പോയിട്ട് പോവാം, ബാക്കി ഞാൻ പറഞ്ഞ സാമ്പത്തികം കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുക, നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുക. അങ്ങനെ ഒരു 5-6 വർഷം ഞങ്ങളുടെ പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെച്ച്, യാത്രകളൊക്കെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ വളരെ കംഫർട്ടായിട്ട് മൂവ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. മഞ്ജു അന്ന് സീരീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും ജാനി ഉണ്ടായതിനു ശേഷം വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. സോ അതിനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഭയങ്കര ഇതല്ല. പിന്നെ അതുമല്ല, അന്നത്തെ കാലത്ത് എമൗണ്ട്സ് ഒക്കെ വളരെ കുറവാണ് കിട്ടുന്നതൊക്കെ. സ്വാഭാവികം കൊണ്ടും ഇപ്പോൾ ഉള്ള ഒരു ഫാൻസി എമൗണ്ട് ഒന്നും വന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഇപ്പോഴും നമുക്കുണ്ട്. അല്ല ഇപ്പൊ എങ്ങനെയാ സാർ ഇപ്പൊ സേവിങ്സ് ഒക്കെ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് സാറിന്റെ? ഇതിന് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും വരും. ഞാൻ ഭയങ്കര ബിസിനസ്സുകാരനല്ലാത്തതുകൊണ്ട് ആയിരുന്നില്ല, പക്ഷെ ഇനി അത് കുറച്ച് ചെയ്യണം. ഒട്ടും ബിസിനസ്സുകാരനല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം സേവിങ്സും കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഞാൻ ചിലപ്പോൾ അതിനകത്തൊരു ഭയങ്കര വലിയ പരാജയമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ ജീവിതത്തിൽ അങ്ങനെ പരാജയപ്പെടില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുള്ള ഒരു കക്ഷി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല. ഡെഫിനറ്റ്ലി ഐ മേക്ക് സംതിങ്. സ്വയം ഭയങ്കര കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണോ സാർ? ഉറപ്പായിട്ടുമാണ്. ഈ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഇല്ല, പക്ഷെ എന്നിലുള്ള കഴിവിലും എന്നിലും ആ ഒരു വിശ്വാസം. ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് പറയും, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇങ്ങനത്തെ തന്നെ സാറിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഉറപ്പായിട്ടും എന്നെക്കാളും കൂടുതൽ കോൺഫിഡൻസ്. രാജുവേട്ടന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ബിസിനസ് അറിയുകയും ചെയ്യാം. അതെ, സത്യം. പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട്. നിങ്ങളുടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ്? ഇപ്പൊ ലൂസിഫറിൽ സാറ് പറയുന്നത് നത്തിങ് എൽസ്, ഹി നോസ് മീ വെൽ, ഐ നോ അത്രേ ഉള്ളൂ, നത്തിങ് എൽസ്. ഉറപ്പായിട്ട് മനസ്സിലാവും. അത് പല സെറ്റ് ഞാൻ പല ഇന്റർവ്യൂസിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ഷോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ രാജുവിന് മനസ്സിലാവും രാജു ഒരു 1 മോർ, അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആണെന്ന് കാരണം രാജുവിന് മനസ്സിലാവും ഓക്കെ. പിന്നെ നമുക്ക് ഇതൊരു ഭയങ്കര പ്രൊഫഷണലിസം ഉള്ള മേഖലയല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. അപ്പോൾ രാജു എന്നോടായാലും ഞാൻ രാജുവിനോടായാലും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ രാജു മാത്രമല്ല കേട്ടോ, മേ ബി മോസ്റ്റ് ഓഫ് നമ്മൾ എല്ലാ ആക്ടേഴ്സിനോടും നമ്മളങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ജയസൂര്യ വന്നാലും ജയസൂര്യ ഞാനോട് നല്ല സുഹൃത്ത് ബന്ധമുള്ള വിഷയമാണ്. അതിൽ പലരുമായിട്ട് ഇന്ദ്രജിത്തുമായിട്ട് ഇതൊക്കെ ഇന്ദ്രജിത്തിനടുത്തൊക്കെ ഇത് പറഞ്ഞ ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മുടെ ഒരു ഇന്ദ്ര എന്ന് വിളിച്ചിട്ട് പറയാൻ പോയി ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഒരു വൈബ് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അതുപോലെ തന്നെ ജയനും
സാറ് പറഞ്ഞ കേട്ടിട്ടുണ്ട്. എന്റെ ഒപ്പം ഏറ്റവും ആദ്യമായിട്ട് വന്ന ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനാണ്. ഇപ്പോഴും ആള് തന്നെയാണ്? വേറെ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടോ? അതിന് മാറ്റം വന്നോ? രണ്ടുപേരെ കൂട്ടിച്ചേർക്കാറായോ? അല്ലല്ല, അതെന്താ അറിയാമോ, അതൊരു ഭയങ്കര ഡെഡിക്കേഷൻ. ഇപ്പൊ എനിക്ക് വളരെ മുമ്പ് എനിക്ക് ഞാൻ ക്യാമറമാൻ ആവണേക്ക് മുന്നേ ഞാൻ 2009 കണ്ട സിനിമ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ 2005-ലോ 2006-ലോ സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2002-ലൊക്കെ സിനിമ ചെയ്യാം. ഞാനത് ചെയ്യാണ്ടിരുന്നത് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു, സുഹൃത്ത് നിനക്ക് ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നില്ലേ, നീ ഒരു കാര്യം ചെയ്യും, നീ ക്യാമറയുടെ മറ്റേ ടെക്നിക്കൽ വിങ്സ് ഒക്കെ അറിയാം, അപ്പം ഇത്രയൊക്കെ മതി, ഒരു അസോസിയേറ്റിനെ വെച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, അത് അസോസിയേറ്റല്ലേ ചെയ്യുന്നത്, ഞാനല്ലല്ലോ. ഞാൻ ചെയ്യുമ്പോൾ അത് എനിക്ക് ധാരണകളുണ്ട്, ആ ധാരണയിൽ എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പം എന്ത് വേണം, അപ്പം എനിക്ക് അതിനകത്ത് മുഴുവനായിട്ട് അറിയണം, ക്യാമറ ഇന്നതാണ്, ലെൻസ് ഇന്നതാണ്, എന്തൊക്കെയാണ് വേണ്ടത്, ഇതിനകത്ത് എത്ര കട്ട് ചെയ്യാം, എത്ര ഓപ്പൺ ചെയ്യാം, എന്ത് ലൂമിനൻസ് ഉണ്ട്, എത്ര മറ്റേ ആസ്പെക്ട് റേഷ്യോ എന്ത് വെക്കണം, അത് വെക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നിട്ട് ഞാൻ ചെയ്യുമ്പോഴാണ് ഞാനാകുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ പുള്ളിയിലേ ചെയ്യുന്നത്. അപ്പം അത് ചീറ്റിംഗ് അല്ല, ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പം അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്രയും മോശം നമ്മൾ ലേറ്റ് ആകുന്നത്. അപ്പൊ ആ ഒരു പ്ലാനും ആ ഒരു കൃത്യനിഷ്ഠത തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരനിലും സാറിന് കാണാൻ പറ്റുന്നത് അല്ലേ? രാജു ഇതുപോലെ എത്രയോ ആൾക്കാർ, അന്ന് രാജുവിന്റെ സമയത്ത് വന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും അഭിനയം മാത്രം നടക്കുന്നുണ്ടോ. അന്ന് രാജുവിന് ഇത്തരം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്യാമറയുടെ അടുത്തും പോയി നോക്കും, പിടിക്കും, എന്താ ചെയ്യുന്നത് നോക്കും, ഷട്ടർ ആംഗിൾ കട്ട് ചെയ്തത് എന്താണ്, കട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുമോ. ഇതൊരു കൗതുകമാണല്ലോ, എപ്പോഴും നമുക്ക് എന്താണ് അറിയേണ്ടത്, ഒരു കൗതുകമാണല്ലോ. ഞാനിപ്പോൾ തെലുങ്ക് ഒരു 4-5 സിനിമ വർക്ക് ചെയ്തു. എനിക്കിപ്പോൾ തെലുങ്ക് അത്യാവശ്യം കുഴപ്പമില്ല, പഠിക്കാനും പറയാനും കേട്ടാലും മനസ്സിലാവും, വായിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനത് ആ കൗതുകത്തിന് ഞാൻ വായിക്കാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ലേ, എനിക്കറിയാൻ പറ്റും. ഞാൻ വായിക്കാനതുവരെ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ വായിക്കാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്കറിയാൻ പറ്റും. ശ്രമമാണ് നമുക്ക് വേണ്ടത്, ഭയങ്കര ഒരു ആഗ്രഹമാണ്, ഭയങ്കര തീക്ഷ്ണമായിട്ടൊരു ആഗ്രഹമാണ്. ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ 2 മാസം കൊണ്ട് ഞാൻ തെലുങ്ക് വായിക്കാൻ പഠിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പഠിക്കും, അല്ലേ? ഞാനല്ല, ആരും പഠിക്കും. നമ്മളത് വിചാരിക്കും. അതെ. ലൂസിഫറിന്റെ സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട്, ലൂസിഫറിലാണ് ഭയങ്കര റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്തത്. കാരണം രാജു പക്ക ചാർട്ടർ ആയിരുന്നു, പ്ലാൻഡ് ആയിരുന്നു, സീൻ ബൈ സീൻ എല്ലാം ഓർഡർ ആയിരുന്നു. ഈ ചെറിയ പടം അടുത്തത് വരുവാണ് എമ്പുരാൻ. എമ്പുരാനിലും റിലാക്സ് ചെയ്ത് തന്നെയാണോ ഷൂട്ടിങ്? കാരണം ലൂസിഫർ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു, ഇതിനൊട്ടും റിലാക്സ്ഡ് അല്ലായിരുന്നു. ഇതിന് നമ്മള് ഇവിടെ സാധാരണ വിചാരിക്കും പോലെയുള്ള സീക്വൻസുകളല്ല നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ലൂസിഫറിനകത്ത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന സീക്വൻസിനകത്തുള്ള കുറച്ച് വലിപ്പമുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ആർക്കും ഈസിലി നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, കുറച്ചൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്താൽ, അതിനൊത്തിരി ഹോംവർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് അത്ര പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളും സിറ്റുവേഷൻസും ലൊക്കേഷൻസും അല്ല. അപ്പോൾ അതിന് കൂടുതൽ സ്റ്റഡി വേണം. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന രാജുവിൻ്റെ കൂടെയുള്ള സകലமான ടെക്നീഷ്യൻസ് ഇതിനകത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഉൾപ്പെടെ, അതിൻ്റെ എഡിറ്റർ ഉൾപ്പെടെ, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവ ഉൾപ്പെടെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ, നിർമ്മൽ എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഡയറക്ടർ ഉൾപ്പെടെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 10-12 ആൾക്കാർ ഉൾപ്പെടെ, ഇത്രയും ആൾക്കാരുടെ ഭയങ്കര കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ അത്ര പെട്ടെന്നൊരു ഒരു ഒരു വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാൻസ് അല്ല ഇതൊന്നും. കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ ഒട്ടും റിലാക്സ്ഡ് അല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയാ അവസ്ഥ? ഇപ്പൊ ഓക്കെ. ഞാൻ പറയുന്നത് ഷൂട്ട് കഴിയുന്നവരെ എല്ലാ ദിവസവും അടുത്ത ദിവസം അയ്യോ അതെന്താകും എന്നുള്ള ടെൻഷൻ ഇങ്ങനെ എപ്പോഴും കയറും. ഞാൻ ലൂസിഫർ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ റിലാക്സ് പറഞ്ഞാൽ ചില്ല് ചെയ്ത് ഷൂട്ട് ചെയ്തെന്നുള്ളതല്ല, മനസ്സിലായി. അങ്ങനെ ഒരു നല്ല ടീം ഉള്ളത് കൊണ്ടാണ് അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓരോ പടത്തിലേക്കുള്ള സാറിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ എമ്പുരാൻ, ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ എമ്പുരാനിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം എമ്പുരാന് തൊട്ട് മുന്നേ ഉള്ള എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ആസ് എ സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കുക? ട്രേഡ് സീക്രട്ട് ആണ്, പറയണോ? കുറച്ച് പറഞ്ഞു, ഇവരൊക്കെ പഠിച്ചോട്ടെ. രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ. 2-3 നീ 2 പറയണ്ട, ബാക്കി 3 പറഞ്ഞു.
ഒന്നുമില്ല, അതിൻ്റെ ആത്യന്തികമായിട്ട് എന്തുവാ അത്, നമുക്കൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പവും ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യണമെന്ന് അറിയാം. ദെൻ നമ്മളിതുവരെ ശീലിച്ചിട്ടില്ല, ചെയ്തിട്ടില്ലാത്ത സംഗതിയാണെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ അത്തരം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് പഠിക്കുക. ഇത് ഇഷ്ടംപോലെ ആൾക്കാരുടെ BTSും AC യുടെ മാഗസിൻസും മറിച്ച് എല്ലാ പുസ്തകങ്ങളും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. റീൽസ് അവൈലബിൾ ആണ്, BTSൻ്റെ ഷോർട്സ് അവൈലബിൾ ആണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇരുന്ന് നമുക്കിപ്പോഴും ഒരിക്കലും നമ്മൾ ഇതൊന്നും പഠിച്ചു തീരത്തില്ല. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓരോന്ന് കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. ക്യാമറയുടെയും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്ന് എപ്പോഴും ആലോചിക്കുക. എല്ലാ സിനിമകളിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് നിർബന്ധവും. പക്ഷെ അത് ചില സിനിമകൾ വരും, ചില ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾ വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ സിനിമകളിലും പോയി ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇത് സുജിത് ഫ്രെയിമാണോ എന്നെങ്ങനെ ചോദിപ്പിക്കാതിരിക്കാം, ഇത് അയാൾ സ്ഥിരം ചെയ്യും പോലെയാണ് ചെയ്തിരിക്കുന്നത് പറയിപ്പിക്കാതിരിക്കാം, പിന്നെ എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ഈ സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യാം എന്ന് നമുക്ക് ആലോചിക്കാനൊരു സ്പേസ് ഇപ്പോൾ ഒരുപാടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എൻ്റെതായിട്ടുള്ള 2-3 ഭാവങ്ങൾ. അതെ, അത് പറയണ്ട, കേട്ടല്ലോ, പഠിച്ചോ. ഓക്കെ സാർ, ഒരു ഫിലിമിലേക്ക് കിടക്കുമ്പോൾ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ടാണോ, സ്ക്രിപ്റ്റ് ആ കഥ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ലൈക്ക് ജോയിൻ ചെയ്യുന്നത്? കാരണം നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ചാലല്ലേ ഓരോ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത്ര ഇമോഷൻസ് എടുക്കുന്നത്, നമുക്ക് ക്യാമറയിൽ ഒപ്പണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് മൊത്തം അറിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാണോ സാറ് ചെയ്യാറ്? അതെ, അതെല്ലാ സിനിമകളും അങ്ങനെയാണ്. ഈച്ച് ആൻഡ് എവരി സിനിമ അങ്ങനെയാണ്. മിക്കവാറും ചില സിനിമകൾക്ക് ഫുൾ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അന്ന് എടുക്കുന്ന സീൻസ് എസ്പെഷ്യലി ഉണ്ടാവും. അന്ന് എന്താണ് എടുക്കുന്ന സീൻസ്. ഇതിന് ഇപ്പം ലൂസിഫറിന് സീനൊന്നുമില്ല. കാര്യം രാജു ഒരു 8-10 പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നറേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സീക്വൻസ് ഇന്നതാണെന്ന്. ബൈഹാർട്ടാണ് അത്, ഇതാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഡയലോഗ്സ് ചിലപ്പോൾ നമുക്ക് മിസ്സായെന്നിരിക്കും. മീൻസ് ഇതാണ് ഈ ഡയലോഗിലാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് മിസ്സായെന്നിരിക്കും. അപ്പോൾ രാവിലെ ഒന്ന് സീൻ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഈ സീക്വൻസ് കഴിഞ്ഞാൽ ഇന്ന കട്ട് കഴിഞ്ഞിട്ട് ഈ സീൻ എന്ന് വരെ നമുക്ക് കൃത്യം ധാരണയുണ്ട്. ഇത്തരം ചില ഈ ലൂസിഫർ എമ്പുരാനും എല്ലാ സിനിമകളും നമുക്ക് ധാരണ ഉണ്ടാവില്ല. കാര്യം ഓരോ ഡയറക്ടേഴ്സും ഡിഫറെൻ്റ് ആണ്. ഇതാണ് ശരിയെന്ന് നമുക്ക് പറയണമെന്ന് പറ്റില്ല. കാര്യം ഇത് നമ്മൾ ചാർട്ട് ചെയ്തത് കൃത്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ചിലർ അവിടെ വന്നിട്ടുള്ള ഇംപ്രവൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കില്ല, മറ്റേതായിരിക്കും ആ സമയത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത്. അത് വേറൊരു മൂഡാണ്. അതൊരിക്കലും അത് തെറ്റാണെന്നോ ഇത് ശരിയാണെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ തരത്തിലാണ്. അത് നമുക്ക് ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ആകപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സാറും രാജുവേട്ടനാണ് ഏറ്റവും കൂടുതൽ ഫിലിമിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? എനിക്ക് പൃഥ്വിരാജിന്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള മേ ബി ഞാനാണ് ഇതുവരെ സുജിത് വാസുദേവ് ആണ്. ഏത് മിക്ക പടങ്ങൾ എടുത്ത് നോക്കിയാലും സാറിന്റെ അല്ലെങ്കിൽ നോക്കിയാലും പൃഥ്വിരാജ് സുകുമാരനാണ്. അപ്പൊ രാജുവേട്ടന്റെ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് സാറ് നോക്കി കാണുന്നത്? ഞാൻ രാജുവേട്ട അസോസിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സിറ്റി ഓഫ് ഗോഡാണ്. അതെ. അതിനു മുമ്പ് നായകൻ എന്ന് പറഞ്ഞ സിനിമയിലും ചേകൂർ എന്ന് പറഞ്ഞ സിനിമയിലും ഇന്ദ്രജിത്ത് ആയിട്ട് അസോസിയേറ്റ്. ഇന്ദ്രജിത്തിന്റെ ഒരു ക്ലാഷ് വർക്ക്, ലിജോയുടെ ഒരു നായകനിൽ ക്ലാഷ് വർക്ക് ചെയ്യാൻ പോയതാണ്. ദെൻ ചേകൂർ എന്നുള്ള സിനിമ ഞാനും അവിടെ നിന്നാണ് നമുക്ക് അത് ചെയ്താലോ എന്ന് ചോദിക്കാൻ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഇന്ദ്രനാണ് രാജുവിനോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കക്ഷി നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും. പക്ഷെ ലിജോ ആണ് വിളിച്ചത് സിറ്റി ഓഫ് ഗോഡിലേക്ക്. ആദ്യത്തെ ഇപ്പോൾ രാജുവിനെ കുറിച്ച് എല്ലാവരും ഭയങ്കര എല്ലാത്തിലും കയറി ഇടപെടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇടപെടും ഇൻ ദ സെൻസ് ഒരു ആഗ്രഹം ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിനകത്ത് ഇടപെടൽ എന്നുള്ള രണ്ട് വാക്കാണ്, രണ്ട് ഫീലിംഗ് അത്. ഇത് എത്രയാണ് ലെൻസ് എന്ന് അറിയാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അത് ഇടപെടലല്ലോ. ഇത്രയാണ്, ഓക്കെ ഇത്രയാണ് ലെൻസൊക്കെ അറിഞ്ഞിട്ട് വർക്ക് അതൊക്കെ ഭയങ്കര ഒരു തരം താഴത്തിൽ അതല്ല ശരി. ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഫൈൻ, അത് നമുക്ക് ആ വർക്ക് നടക്കുന്ന സമയത്ത്. ഇപ്പം ഇന്നലെ കണ്ടോ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു കക്ഷി എൻ്റെ അടുത്ത് രാജുവേട്ടൻ പറഞ്ഞല്ലോ 1:2.8 ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഞങ്ങൾ ഇട്ട് നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ലല്ലോ, എന്താണ് എൻ്റെ വ്യത്യാസം, വൈ ഇസ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ക്വസ്റ്റനൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പുള്ളിയുടെ അടുത്ത് മെസ്സേജ് അയച്ചു,
എൻ്റെ പൊന്നു സഹോദരൻ ഇത്തരം കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കും ഞങ്ങളില്ലേ, ഇങ്ങനെ ടെക്നീഷ്യൻസ് ഞങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഇതിന്? നിങ്ങൾക്ക് ഞങ്ങളൊരു ഫോർമാറ്റിൽ തരുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഈ 2 കാര്യങ്ങളിലേ ഉള്ളൂ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇനി ഇത് പഠിക്കാനാണെങ്കിൽ ചോദ്യം ഇതല്ല ചോദിക്കേണ്ടത്, നമുക്ക് പറയാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയല്ല അത് ചോദിക്കേണ്ടത്. അതൊരു ഒരു തരത്തിലുള്ള ഹറാസ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ്സ് നോട്ട് ഫെയർ. അത് അവർ അറിയേണ്ട കാര്യമല്ല. അത് സിനിമ കാണുക മാത്രമേ ഉള്ളൂ അവരുടെ ജോലി. ഞാൻ പറയുന്നത് അങ്ങനെ ചോദിക്കുന്നതും ഈ അറിയാൻ വേണ്ടി ചോദിക്കുന്നതും രണ്ടാണ്. അപ്പോൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നതിനകത്താണ് ആൾക്കാർ പറയുന്നത് ഇടപെടുമെന്ന്. ഇടപെടലല്ല, രാജു അങ്ങനെ ചോദിച്ചിട്ടാണ് ഇത്തരം ഓരോ കാര്യങ്ങളും രാജു മനസ്സിലാക്കിയിട്ടുള്ളതും. ഓരോരുത്തരുടെ ഇപ്പോൾ എത്ര ലെജൻസിൻ്റെ കൂടെ രാജു വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ രാജു വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ്, നമ്മളൊന്നുമല്ല. എത്രയോ അധികം മുകളിലുള്ള വലിയ ആൾക്കാരുടെ കൂടെ രാജു വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ടെക്നീഷ്യൻസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം റഹ്മാൻ സാറോട്ട് അവിടെ വർക്ക് ചെയ്യുന്നു, ബ്ലസ് സാർ വർക്ക് ചെയ്യുന്നു, സന്തോഷ് സാറോട് വർക്ക് ചെയ്യുന്നു, രവികിഷനോട് വർക്ക് ചെയ്യുന്നു, രവി വർമ്മനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, രാജ്മോഹനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, എത്ര പേരുമായിട്ടും. അപ്പോൾ അതൊരു പ്രശാന്ത് നീൽ, ആ ടീംസ്, അതൊരു ചില്ലറ കാര്യമില്ല. പിന്നെ ഹിന്ദിയിൽ എന്തോരം കക്ഷികളുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഇത്രയും പേര് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും രാജു ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയിൽ എത്തിയപ്പോൾ നമുക്കൊരു ചാൻസ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ കിട്ടുന്നു. സോ അത് നമ്മുടെ ബ്ലെസ്സിങ്. അല്ലെങ്കിൽ നമ്മൾ അതുവരെ വർക്കിനോട് കാണിച്ച ഡെഡിക്കേഷൻ, സംതിങ് ലൈക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ അത്. ഇപ്പൊ സിറ്റി ഓഫ് ഗോഡ് സാർ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, സിറ്റി ഓഫ് ഗോഡിന്റെ ഒരു ക്യാമറ വർക്കിംഗ് ടെക്നിക്കൽ സൈഡൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? അപ്പം ആ ഒരു ടൈമില് അങ്ങനെ പ്രഷർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് അതെല്ലാം ഉൾക്കൊണ്ട് ഒരു അടിപൊളി ക്യാമറ ടെക്നിക്കിലേക്ക് മാറിയത്. അന്ന് സിറ്റി ഓഫ് ഗോഡിന്റെ സമയത്ത് ലിജോയുടെ ഒരു പ്രത്യേക ഇതായിരുന്നു, നമുക്ക് ഒട്ടും അതായത് സ്റ്റാറ്റിക്കായിട്ട് ഫ്രെയിംസേ വേണ്ട. സ്റ്റാറ്റിക്കായിട്ട് ആ ക്യാരക്ടർ സെറ്റിലാകുന്ന 3 ക്യാരക്ടേഴ്സിൻ്റെ കഥയാണ്. അവർ സെറ്റിലാകുന്ന സമയത്ത് മാത്രം ആ സ്റ്റാറ്റിക്സ് മതി. അതെല്ലാം ക്യാമറ സ്റ്റാറ്റിക് ആകുന്ന പരിപാടിയേ വേണ്ട, എല്ലാം ഹാൻഡ് ഹോൾഡ് നമുക്ക് ചെയ്യാമോ. അപ്പം ഞാനന്ന് ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റുഡിയോസിലൊക്കെ ന്യൂസ് കൊടുക്കും, നമ്മുടെ ന്യൂസ് കൊടുക്കും. അപ്പം ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സിംഗർഷിപ്പൊക്കെ ആയിട്ട് ഓടി നടത്തുന്നുള്ള സമയമുണ്ട്. ക്യാമറ എടുത്ത് മറ്റു പല സാധനങ്ങളും സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ഓടിയാനുള്ള പരിചയമുണ്ട്. അപ്പോൾ എനിക്കത് ഈസി ആയിരുന്നു ചെയ്യാൻ. അന്ന് ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ ഉള്ളതുപോലുള്ള മറ്റ് റിക്സോ കാര്യങ്ങളോ ഇല്ല. ഇന്നിപ്പോൾ ഈസിലി പറയാൻ പറ്റുന്നത് ദാറ്റ് ഒരു ഫ്രഞ്ച് മൂവിയിൽ, നെറ്റ്ഫ്ലിക്സിൽ വന്നൊരു ഫ്രഞ്ച് മൂവിയിൽ അഥീന എന്ന് പറഞ്ഞിട്ട്, അഥീനയിൽ ഇപ്പോൾ എല്ലാവരും അത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു പറച്ചിലുണ്ട്, ടോക്ക് ഉണ്ടായിരുന്നു. BTS ഒക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, BTS കട്ട്സൊക്കെ. അന്ന് ശരിക്കും ഈ അധീന മൂലം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അന്ന് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് അത്രയും ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ അന്ന് ലിജോയുടെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പടം എന്നൊക്കെയുള്ള നിലയ്ക്ക് ഒട്ടും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആക്ച്വലി അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ശരിക്കും ചിലപ്പം ഇന്നിപ്പോൾ നമുക്ക് സിറ്റി ഓഫ് ഗോഡ് എടുക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനേക്ക് മുകളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്ക് മലയാള സിനിമയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇത് ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ജെയിംസ് ആൻഡ് ആലീസ് ചെറുതായിട്ട് സാറിന്റെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആയോ, അല്ലെങ്കിൽ സിനിമ ചിലവരുടെ മൂവിയിൽ യാഥാർത്ഥ്യമാകും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ റിഫ്ലക്റ്റ് ആയെങ്കിൽ തിരിച്ചല്ലേ വേണ്ടത്. ഞാനും മഞ്ജുവായിട്ടുള്ള ഡൈവേഴ്സ് കഴിഞ്ഞ വർഷം 2-3 വർഷമായിട്ട് സെപ്പറേഷനാണ്, കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അതങ്ങനെ റിഫ്ലക്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ തിരിച്ചല്ലേ വേണ്ടത്. ഞങ്ങൾ അതെല്ലാം പൊരുത്തപ്പെട്ട് വീണ്ടും ഒരുമിച്ച് ജീവിക്കുകയാണ്. സോ ലൈഫ് ഇസ് ഡിഫറെന്റ്, സിനിമ ഇസ് ഡിഫറെന്റ്. സിനിമയായിട്ട് കാണുക, ലൈഫായിട്ട് കാണുക. സന്തോഷം എപ്പോഴും കൊണ്ടു നടക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഏതാണോ ഏറ്റവും കൂടുതൽ രണ്ടുപേർക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത്, അതിലേക്ക് നമ്മൾ മാറപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ ഡിവോഴ്സ് ഫേസ് എങ്ങനെയാണ് സാർ ഓവർകം ചെയ്തത്? ഇപ്പൊ എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പൊ എന്തായാലും ഒരു പോയിന്റിൽ നമ്മളൊന്ന് ഡൗൺ ആവും, അതെങ്ങനെ ഓവർകം ചെയ്തത്? ഇതെല്ലാം പരസ്പരം നമ്മുടെ ലൈഫ്, നമ്മുടെ അതിന് പാസ്റ്റ് ലൈഫും പ്രസന്റ് ലൈഫും ഫ്യൂച്ചർ ലൈഫും എല്ലാം ഡിസ്ട്രാക്ട് ആണ് പലതരത്തിൽ. അപ്പം അത് നമുക്കതൊന്നും തടയാൻ പറ്റുകയില്ല, പലതും തടയാൻ പറ്റുകയില്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പുള്ളിയെ കല്യാണം കഴിച്ചു എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും തടയാൻ പറ്റത്തില്ല. മേ ബി ഇതല്ലെങ്കിൽ വേറൊരാൾ വിധിച്ചിട്ടുണ്ടാവും, അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതാണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ? അതാണ് ഒരു ഫേറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും അതാണ്, എല്ലാവർക്കും അതാണ്. പല ഫാക്ടേഴ്സ് ചേർന്നല്ല ലൈഫ്. അപ്പോൾ ഇത് നമ്മളൊരു ഫേസാണ്. ആ ഫേസിലേക്ക് നമ്മൾ കടന്നു പോവുക. അതിൽ നമ്മൾ വിഷമിച്ച് എത്ര കാലം ഇരിക്കും ഒരു സ്ഥലത്ത് നിന്നും?
ഇപ്പോൾ ഒരാൾ വിട്ടുപോകുമ്പോഴോ ഒരാൾ നമ്മളെ കൂടെ ഇല്ലാത്തപ്പോഴോ അതാണ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ വിഷമഘട്ടത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ മാറേണ്ടതെന്നല്ലേ നമ്മളെപ്പോഴും ആലോചിക്കുന്നുണ്ട്. ബി പോസിറ്റീവ് ഓൾവേസ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു കഴിഞ്ഞ ഒരു മെയ് ജൂണിലൊക്കെ ആകുമ്പോൾ എൻ്റെ അനിയൻ മരിച്ചുപോയി, ബ്രദർ മരിച്ചുപോയി. അത് നമുക്ക് എപ്പോഴും നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മാറേണ്ടതെന്നല്ല ആലോചിക്കുന്നത്. അപ്പോൾ അച്ഛനായാലും അമ്മയായാലും അങ്ങനെ ഒരു ലോസ് എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അവർക്ക് മാറിയല്ലേ പറ്റുള്ളൂ. അതിൽ എങ്ങനെയാണ് മാറേണ്ടത്, അപ്പോൾ എവിടെയാണ് നമുക്ക് സന്തോഷം കൂടുതലുള്ളത് കണ്ടെത്തേണ്ടത്. മനസ്സിലായി. ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞിട്ടുണ്ട്, എന്ത് നല്ല കാര്യം നടന്നാലും അതൊരു ഫിലിം ആയിക്കോട്ടെ, ജീവിതത്തിൽ എന്ത് നടന്നാലും ഞാൻ വിളിക്കുന്ന കുറച്ച് പേരുണ്ട്. അച്ഛൻ, അമ്മ, ചെറിയച്ഛൻ, ചെറിയമ്മ. ഇവരോട് വിളിച്ചിട്ട് ഒന്ന് തലയിൽ ഒന്ന് വെക്കുക, ഒന്ന് അനുഗ്രഹിക്കണം എന്ന് ഫോൺ ചെയ്ത് എപ്പോഴും പറയുന്നത്. എല്ലാ കാലത്തും പറയാറുണ്ട്. ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ മേ ബി അവര് അങ്ങനെ തന്നെ ആയിരിക്കും മനസ്സിലെപ്പോഴും ഓർക്കുക. ഈ അച്ഛൻ അധികം സംസാരിക്കില്ലാത്ത കൂട്ടത്തിലാണോ സാറായിട്ട് അധികം? അല്ല, ഞാനായിട്ട് മാത്രമല്ല, അച്ഛൻ കഥകളി, ചെണ്ട, തായമ്പക പെർക്കഷനിസ്റ്റാണ്, ചെണ്ടിസ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും അച്ഛൻ വാരതോറ സംസാരിക്കും, ഇപ്പോഴും സംസാരിക്കും. പക്ഷെ ബാക്കി എന്ത് ചോദിച്ചാലും അച്ഛൻ ആണോ, ഓക്കെ, ശരി എന്നൊക്കെ പറയുന്ന ചെറിയ പരിപാടികൾ ഇതാണ്. പക്ഷെ അച്ഛനായിട്ട് ഒരു ബെസ്റ്റ് മെമ്മറി ഇല്ലേ ജെയിംസ് ആൻഡ് ആലിയസിന്റെ സമയത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ? അതൊന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങളോട്? അല്ല, അച്ഛൻ്റെ അടുത്ത് വളരെ മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത് വളരെ മുമ്പ്, എടോ ചെയ്യുന്നത് എന്ത് ചെയ്താലും അതിനകത്ത് ആൾക്കാർ നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നത് ചെയ്യുക, ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്ത് ചെയ്താലും അതിൻ്റെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഇത് തന്നെയാണ് എപ്പോഴും അച്ഛൻ പറയാറ്. അന്നും അത് കഴിഞ്ഞിട്ട് എപ്പോഴും. അപ്പം അച്ഛൻ എന്നെ ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് അംഗീകരിച്ചത് തന്നെ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയൊക്കെ അംഗീകരിക്കുന്നത്. അതുവരെ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് വല്ല പണിക്കും പോക്കൂടെ എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ആയിട്ടും എന്താണ് ലേറ്റ് ആകുന്നത്, ഇങ്ങനെയൊക്കെയാണോ ലൈഫ് ഉണ്ടാക്കേണ്ടത്, എന്നോട് അന്നേ പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ ബാങ്കിലൊക്കെ ജോലി ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നൊരു രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു അത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഇത് കൊള്ളാതെ പരിപാടി എന്നൊക്കെ പിന്നെ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് വന്നു. സിനിമ കണ്ടപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ വളരെ മുറുക്കി ഇങ്ങനെ പിടിച്ചു, കുർസനെ പിടിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട് പരിപാടി. അപ്പൊ അതൊരു നമുക്കൊരു പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫൈൻ, ഇതാണ് എൻ്റെ ഏറ്റവും നല്ല മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഒരു നല്ലൊരു മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അല്ലെ. നമ്മളൊരു സ്ക്രിപ്റ്റ്, ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ അതിനകത്ത് നമ്മളൊരു ഡെഡിക്കേറ്റീവ് ആയിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യണം. ആ ഹോംവർക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു കൃത്യമായിട്ടും. എസ്രയ്ക്ക് ഹോംവർക്ക് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ അത് തന്നെ ഞാൻ പണ്ട് മുതൽ കണ്ട് ശീലിച്ച കുറെ സംഗതികൾ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്.